ഇതുവരെ തുറന്നില്ലേ? ഇവനിത് എവിടെ പോയി കിടക്ക? നട്ടെടുത്ത് മുടക്കാത്തവൻ. ആ ഓ, സാറിങ് എത്തിയോ? ഈ സ്റ്റൈല് പോരാട്ടോ. ഏതായാലും നിറം പോരാ. ഞാൻ നേരത്തെ എത്തിയ മുതലാളിയെ കാണാൻ മൂടൗട്ടായപ്പോ ആത്മാവിനൊരു പോ എടുക്കാന്ന് കരുതി നാരായണന്റെ പെട്ടിക്കട വരെ പോയി. കിന്നാരം പറയാതെ കട തുറക്കാൻ നോക്കടാ. സന്തോഷം 4 കാശ് കിട്ടുന്ന ദിവസം. അവന്റെ ഒരു പഫൂൺ വേഷവും. ഈ മുതലാളിയുടെ ഒരു കാര്യം. സുന്ദരനെന്ന വിചാരം കോന്ത. വേഗം തുറക്കടാ. ഒരു സ്ത്രീ ശബ്ദം. എടാ വാസുവേ, ഏതാണ് ഈ മുതല്? നമ്മുടെ നെഞ്ചത്ത് തന്നെയാണല്ലോ കൂട് കൂട്ടിയത്. നല്ല സാധനം തന്നെ. എങ്ങനെ ഇവിടെ ഒന്ന് പറ്റി? ഇങ്ങോട്ട് ഈ കുന്ത്രാന്റെ മുഖത്ത് വെച്ച് ആ ഇരട്ടത്തേക്ക് നോക്കിയ എന്തോന്ന് കാണാനാണ്? മോനെ വാസു, ആദ്യം വെള്ളം ഇറക്കാതെ ആ തുണി എടുത്ത് ചില്ലൊക്കെ വൃത്തിയാക്ക്. ഇനി സ്ഥലകാല ബോധമില്ലാതെ പെയിന്റിന് പകരം പിനോല് പാട്ടെടുത്ത് കൊടുക്കരുതേ. കട ഇപ്പൊ തുറന്നിട്ടേ ഉള്ളൂ. ഞാൻ വിളിക്കാം. മുതലാളി, എന്താടാ? അവള് ചത്തിട്ടൊന്നുമില്ല, എന്നാലൊട്ട് മിണ്ടുന്നുമില്ല. സാധനം നല്ല മൂപ്പുള്ളതാ, മുതലാളിയെ പോലെ. കൊത്തി കൊത്തി നീ മുറത്തി കയറി കൊത്തല്ലേ? ആ പോക്ക് കാണാനൊരു പ്രത്യേക രസമുണ്ടല്ലേ മുതലാളി? വാസു, നീ എന്റെ കയ്യിൽ നിന്ന് മേടിക്കും. എടാ, അന്യ സ്ത്രീകളുടെ മേൽ ഇത്തരം ചിന്താഗതി പാടില്ല. കൃഷ്ണ, പച്ചക്കറിക്കൊക്കെ എന്താ വില? ഇക്കണക്കിന് പോയ സ്ത്രീധനായിട്ട് പച്ചക്കറി കൊടുക്കേണ്ടി വരും. എന്റെ കുട്ടിക്കാലത്ത് അമ്മ കഞ്ഞിയും മുളകം പന്തിയും ചുട്ടോപ്പടോ വന്നോണ്ടിരുന്നത്. ഇനി ആ കാലം വിദൂരം അല്ല. ചേട്ടാ, പയറിന് എന്താ വില? 45 രൂപ. കടകളിലെ മൊത്തമല്ല ചോദിച്ചത്, 1 കിലോയ്ക്കാണ്. ഓഹോ, ഞാൻ കരുതി ഈ കടയിൽ മുഴുവനായിട്ടാണെന്ന്. മനുഷ്യനോ വിലയില്ല, പച്ചക്കറിക്കെങ്കിലും ഇത്തിരി വില ഉണ്ടായിക്കോട്ടെ കൂട്ടുകാരാ. എന്താ ജോർജ്, രാവിലെ ഒരു കശപിശ? ചിരിച്ച മുഖത്തോടെ വരുന്നവർക്ക് സാധനം എടുത്ത് കൊടുത്തൂടെ? ആട്ടെ, നിന്റെ മുതലാളിയോടെ? അകത്തുണ്ട്, അങ്ങോട്ട് പോയിക്കോളി. ഓയ്, കാശുണ്ടാക്കിക്കോ. പച്ചക്കറി കൊടുത്ത് പറ്റിച്ച് കാശുണ്ടാക്കിക്കോ. കണക്കൂട്ടി താനൊരു കണക്കാവും. ഒരു ബൾബ് പോയാൽ മണ്ണെണ്ണ വിളക്ക് കത്തിക്കല്ലാതെ പകരം മറ്റൊരു ബൾബ് ഒരുത്തരും വാങ്ങൂല. പൊന്നിനേക്കാൾ വിലയുള്ള പച്ചക്കറി വാങ്ങിത്തന്നെ കറി വെക്കുന്നുള്ളത് കേരളത്തിൽ ഇപ്പൊ ഒരു ഫാഷനാ. നിന്റെയൊക്കെ ഒരു സമയോടാ. രാവിലെ തന്നെ നല്ല മൂഡിലാണല്ലോ. എന്ത് കിട്ടി? കിട്ടിയില്ല, കിട്ടിയേക്കും. എന്താ കടങ്കഥയോ? എന്റെ സെബി, രാവിലെ കട തുറക്കാൻ ചെന്നപ്പോ നല്ല കടിയായിരുന്നു. കടയുടെ പുറയിലെ ഷെഡിൽ ഒരുത്തി മലർന്നങ്ങനെ കിടക്ക. നല്ല ചന്തുള്ളൊരു പീസ്. പിള്ളേച്ചൻ ശരിക്കും കണ്ടോ? ശരിക്കും കണ്ടോന്നോ? ദാ ഈ കണ്ണിൽ ഇപ്പോഴും കാണും. എന്നിട്ട് അവൾ എവിടെ? കാണാൻ ചെയ്യലുണ്ടെങ്കിലും തലക്കത്ര വെളിവുണ്ടോന്ന് തോന്നുന്നില്ല. ഒരു കണക്കിന് നല്ലതാ അത്. ഒരു അന്തവും കുന്തും ഇല്ലാതെ കിടന്ന് ഉറങ്ങുകയായിരുന്നു. വാസു അവളെ ഇറക്കി വിട്ടു. ഇനി ആരെങ്കിലും കാര്യം കഴിഞ്ഞ് കൊണ്ടുവന്നിട്ടതാണോ? പിള്ളേച്ച, ഇതെന്താണ് അടിവയറ്റ് ചെയ്യുന്ന ഒരു അന്തർദാഹം? ദേ, പീഡനങ്ങളുടെ കാല പറഞ്ഞേക്കാം. എന്റെ ഗുരുവായൂരപ്പ, ഈയൊരു നല്ലൊരു കാര്യം ചർച്ച ചെയ്യുമ്പോ താൻ വെറുതെ പേടിപ്പിക്കലുള്ളൂ ദുഷ്ട. എന്നിട്ടിപ്പോ അവൾ എവിടെ? അയ്യോ, അതറിയില്ല. ഞാനൊന്ന് പോയി നോക്കട്ടെ.
ആ, വെള്ളത്തിന് എവിടുന്നാ വരുന്നത്? ഇക്കയുടെ കടയിൽ നിന്ന് കടുപ്പത്തിലൊരു ചായ കുടിച്ചിട്ട് വരുന്ന വഴിയാ. ഇക്കണക്കിന് പോയാൽ കടുപ്പം കുറച്ച് കൂട്ടേണ്ടി വരുമല്ലോ വെള്ളച്ച. കാലത്തെന്താ ഒരു മൊനമ്പുള്ള വർത്താനം? ഏയ് അങ്ങനെയൊന്നുമില്ല. ഏതാണ്ട് കൊള്ളാവുന്ന ഒരു വിരുന്നുകാരി കടയുടെ പിന്നിൽ താമസാക്കിയെന്ന് വാസു പറയുന്നത് കേട്ടു. അവൻ ഇത്രയും കൂടി പറഞ്ഞു, എൻ്റെ മുതലാളി രാവിലെ തന്നെ മെരുകിനെ പോലെ അവിടേക്കും ഇവിടേക്കും ഓട്ടത്തിലാണ് എന്ന്. അയ്യയ്യോ, ഏതോ ഒരു പാവം പെണ്ണ്, തലയ്ക്ക് വെളിവില്ലെന്നാ തോന്നുന്നത്. അതിനെക്കുറിച്ച് ഇങ്ങനെ പറയുന്നത് തന്നെ പാവമാണ്. പിന്നെ ഞാൻ അത്തരക്കാരനല്ല എന്ന് മമ്മക്കൊക്കെ നല്ലോണം അറിയാവുന്നല്ലേ. പിന്നെ നല്ലോണം അറിയാവുന്നോണ്ടല്ലേ ഇപ്പൊ കുഴപ്പമായത്. ആട്ടെ, അവളിപ്പോ എവിടെയുണ്ട്? ആർക്കറിയാം, കടയിൽ ആളില്ല. ഞാൻ അങ്ങോട്ട് ചെല്ലട്ടെ. ആട്ടെ ആട്ടെ, പിള്ളാച്ചിന് ഇരിപ്പോർക്കുന്നില്ല. ഇത്തിക്കര ഗ്രാമത്തിൽ നമ്മൾ അറിയാതെ ഒരെണ്ണോ? അത് കൊള്ളാലോ. പിടിച്ചത് ഇതിപ്പോ എവിടെ നിറങ്ങി വന്നിരിക്കുന്നു? കുളം മുഴുവൻ കലക്കിയല്ലോ. വാ, നമുക്ക് ആറ്റി പോയി കുടിക്കാം. ഇവള് കുളിക്കും തോറും വെളുക്കുന്നല്ലോ കൊച്ചുമുതലാളി. കൂടുതൽ കുളിച്ചാൽ ഉള്ള സൗന്ദര്യം കൂടെ പോകത്തേ ഉള്ളൂ. അത് ശരിയാ, ഇപ്പൊ തന്നെ അവളൊരു ഭൂലോക സുന്ദരിയാ. അപ്പൊ പിന്നെ ഇനിയധികം സമയങ്ങളെ നമുക്കിവിടെ പരിചയപ്പെടാം. വെപ്രാളപ്പെടാതടാ, അവളെ പരിചയപ്പെടാനുള്ള വഴിയെപ്പറ്റി നമുക്കൊന്ന് ആലോചിക്കാം. എന്നാലും ഇവൾ ആരാന്നൊരു പിടിയും കിട്ടുന്നില്ലല്ലോ. അതെ, ഒരു പിടിയും കിട്ടുന്നില്ല. ഏതായി തിമിംഗലം ഇവിടെ കുളം കലക്കി മറിച്ചല്ലോ. കൊച്ചുമലയാളി, ഇത് വെറും തിമിംഗലമല്ല, നീലത്തിമിംഗലം. കൊച്ചുമുതലാളി, നമുക്കൊരു സ്വപ്നം നെയ്താലോ? കണ്ണുകൊണ്ട് അതിന്റെ തുണി ഒരുക്കാതരാ. ഓ, വെറുതെ മോഹിപ്പിക്കല്ലേ കൊച്ചുമലയാളി. ഒരു സദ്യ ഒരുക്കി നമുക്ക് കാത്തിരുന്നൂടെ ഇവൾക്ക് വേണ്ടി? ഒരു സദ്യയല്ല, 1000 സദ്യ ഒരുക്കും നമ്മൾ ഇവൾക്ക് വേണ്ടി. ആ, അണ്ണന് വേണ്ടി കൊച്ചുമുതലാളി സദ്യ ഒരുക്കും. ഇപ്പൊ ഒന്ന് വണ്ടിയെ കയറി, ഇല്ല വന്ന കാര്യം നടക്കാതെ പോകും. നീ പോടാ തുറപ്പാ, ഇതിലും വലിയ കാര്യമോ? ഏറ്റിരിക്കുന്നു. വാ, വന്ന് വണ്ടി കയറി. കയറാൻ വരട്ടെ. ആചാരപ്രകാരം കുളിച്ചൊരുങ്ങി ഇത്തിക്കരയിലെ തമ്പ്രാക്കളുടെ മുമ്പിൽ ഇവള് മുഖം കാണിക്കാൻ എത്തട്ടെ. ശേഷം സ്ക്രീനിൽ എന്താ